ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ 25,000 താഴെ വരുന്ന ഒരു മികച്ച വിവോ ഫോണിനെയാണ് പരിചയപ്പെടുത്തുന്നത്. വിവോ ഫോൺ എടുക്കണമെന്ന താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു നല്ല 5G വിവോ ഫോണാണ് വിവോ Y75 5G എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഇത്തിരി ലേറ്റാണ് വീഡിയോ, ബട്ട് എങ്കിലും 25,000 താഴെ ഇപ്പോഴും നോക്കിയാൽ ഏറ്റവും മികച്ച ഒരു വിവോ ഫോൺ എന്ന് പറയാൻ ഈ ഒരു ഫോൺ തന്നെയാണുള്ളത്. സോ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ചുരുക്കി ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. സോ അപ്പോൾ ഇതാണ് വിവോയുടെ Y75 5G എന്ന് പറയുന്ന ഫോണിന്റെ ബോക്സ്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. വളരെ ഫാസ്റ്റായ ഒരു ഓപ്പണിംഗ് ആണ്. ഓക്കെ, അകത്ത് വീണ്ടും വൈറ്റ് കളറിലുള്ള ഒരു ബോക്സ് കൂടി കാണുന്നുണ്ട്. യൂഷ്വലി കേസും ഡോക്യുമെന്റേഷനും ഒക്കെ തന്നെയാണ് അതിലുണ്ടാവാറുള്ളത്. യെസ്, കേസും ഡോക്യുമെന്റേഷനും ഒക്കെ തന്നെയാണുള്ളത്. നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ ഫോണിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, കൊള്ളാം. കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. വളരെ ലൈറ്റ് വെയിറ്റ്, കംഫർട്ടബിൾ. വിവോയുടെ ഒരു മുദ്രാവാക്യമാണെന്ന് തോന്നുന്നത്. എല്ലായ്പ്പോഴും നല്ല ലൈറ്റ് വെയിറ്റ് കംഫർട്ടബിൾ ആയ ഫോണുകളാണ് അവർ സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നത്. സോ തുറക്കുമ്പോൾ നമുക്ക് കാണാം നല്ല കിടിലൻ ഡിസൈൻ. എന്തായാലും റിയർ പാനലൊക്കെ വളരെ സോഫ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ കയ്യിൽ വളരെ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ടല്ലേ. കളർ ഇങ്ങനെ മാറി മാറിയൊക്കെ നിൽക്കുന്ന ഒരു നല്ല രസമായിട്ടുണ്ടത്. മാത്രമല്ല സ്മഡ്ജസ് ഒന്നും വരുന്നില്ല കേട്ടോ. കൈകൊണ്ട് എങ്ങനെ പിടിച്ചാലും കാര്യങ്ങളൊന്നും സ്മഡ്ജസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എങ്ങനെ യൂസ് ചെയ്താലും ഫ്രഷ് ഫീൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞാൽ 8.25 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 188 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയ ഫോണാണ്. ഒരു ബോക്സി സ്റ്റൈലൊക്കെയാണ്. സോ ട്രെൻഡി ആയ ഡിസൈനിലുള്ള ഫോൺ എന്ന് നമുക്ക് പറയാം. ഈ ഒരു ഫോണിന്റെ താഴത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. സോ ആ ഒരു സംവിധാനം മിസ്സാക്കിയിട്ടില്ല, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പവർ ബട്ടൺ. തൊട്ട് മുകളിൽ വോളിയം ബട്ടണുകൾ. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ സിം ട്രേയും അതേപോലെ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും. സിം ട്രേ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറ മോഡ്യൂൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ 2 മെഗാ പിക്സലിന്റെ വീതം 2 ക്യാമറകൾ വേറെ. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ. ഫ്രണ്ടിലേക്ക് വന്നാൽ LCD ഡിസ്പ്ലേ ആണ്. ഒരു നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ നോച്ച്. സെൽഫി ക്യാമറ 16 മെഗാ പിക്സൽ അതിനകത്താണ്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഡീസൻ്റ് ആയ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളും, സഫീഷ്യൻ്റ് ആയ ബ്രൈറ്റ്നസ്, നല്ല കളർ ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു ഗുഡ് ഡിസ്പ്ലേ സെറ്റപ്പ് എന്ന് നമുക്ക് ഈ ഒരു ഫോണിനെ പറയാം. നിങ്ങൾക്ക് അവിടെ കണ്ടു തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ട് ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് കൊള്ളാം, ഡീസൻ്റ് ആയിട്ടുണ്ട്. 6.58 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണത്. ഈ ഫോണിന് 2 കളറുകളാണ് വരുന്നത്. സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, ഗ്ലോവിംഗ് ഗാലക്സി. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഗ്ലോവിംഗ് ഗാലക്സി എന്ന് പറയുന്ന ആ ഒരു രണ്ടാമത്തെ കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കും വാങ്ങിക്കാം. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. കണ്ടാൽ അങ്ങനെ പെട്ടെന്ന് പറയൊന്നുമില്ല പ്ലാസ്റ്റിക് ആണെന്ന്. നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ബാക്ക് പാനൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പ്രൊസസർ Dimensity 700 എന്ന് പറയുന്ന 5G പ്രൊസസറാണ്. ഫൺ ടച്ച് OS 12 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 തന്നെയാണ്. സോ ലേറ്റസ്റ്റ് ആയ OS സംവിധാനത്തിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. 8GB റാം, 128GB സ്റ്റോറേജ് ആണ്. റാം എക്സ്റ്റൻഡഡ് റാം 2.0 ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4GB റാം കൂടി എക്സ്ട്രാ ഇതിനകത്തേക്ക് സ്റ്റോറേജിന് എടുത്ത് ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. എങ്ങനെ പോയാലും ഇതിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത്. യാതൊരു ലാഗും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാനില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത് ഏത് തരത്തിലുള്ള സെക്ഷനിലേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴായാലും വളരെ സ്മൂത്ത് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അൾട്രാ ഗെയിം മോഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം കുറച്ചുകൂടി ബെറ്റർ ആയ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗെയിം കളിക്കുമ്പോൾ മൊത്തത്തിലുള്ള പെർഫോമൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അൾട്രാ ഗെയിം മോഡൊക്കെ ഉപയോഗിക്കുന്നത്. ടോട്ടലി നിങ്ങൾ ഗെയിം കളിക്കാൻ ശ്രമിച്ചാൽ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ സാധിക്കും. വേറെ ഇഷ്യൂസ്, ഗൈറോയ്ക്കൊന്നും ഇഷ്യൂസ് ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് കളിക്കാം. ഫ്രീ ഫയർ ഒക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് തീർച്ചയായിട്ടും കളിക്കാൻ സാധിക്കും. അത്യാവശ്യം ഗ്രാഫിക്സ് ഇന്റൻസീവായ ഗെയിമുകൾ വരെ ഇതിൽ കളിക്കാൻ പറ്റുമെന്ന് സാരം. സോ ടോട്ടലി നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ട് ക്യാമറയുടെ സെൽഫി ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ ക്വാളിറ്റി? കൊള്ളാവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. എന്തായാലും ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഇമേജ് ക്വാളിറ്റി എങ്ങനെയാണ്, പോർട്രേറ്റ് മോഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഡീസന്റ് ആയ ഒരു സെൽഫി ക്യാമറ. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് കാണാം. ഈ രീതിയിലുള്ള ഒരു ഡീസന്റ് ആയ വീഡിയോ ക്വാളിറ്റിയാണ് ഇതിന്റെ സെൽഫി ക്യാമറ നമുക്ക് തരുന്നത്. സോ ക്യാമറയുടെ ഭാഗത്ത് ഫ്രണ്ട് ക്യാമറ എന്തായാലും നന്നായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലും സെൽഫി ക്യാമറ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫി ഇമേജുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പോർട്രേറ്റ് മോഡും കാര്യങ്ങളും എടുക്കുമ്പോഴും ഈ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഇതിന്റെ സെൽഫി ക്യാമറ തരുന്നുണ്ട്. സെൽഫി വീഡിയോ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എങ്ങനെയെന്ന് നോക്കിയാൽ കാണാം. ഇത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്.
അത്യാവശ്യം നല്ല ലൈറ്റ് ഒക്കെ ഉള്ള നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു നല്ല കിഴലൻ ക്വാളിറ്റി ഇതിന്റെ സെൽഫി ക്യാമറ തരും. മെയിൻ ക്യാമറ ഡേ ലൈറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തന്നെ ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും അതിനകത്ത് പറയാനായിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാം. സോ ഈ രീതിയിലാണ് ഇതിന്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് ഒക്കെ വരുന്നത്. ഓവറോൾ ഡീസന്റ് ആയ ക്വാളിറ്റിയിൽ ഇതിന്റെ ഇമേജുകളും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാൽ മെയിൻ ക്യാമറ ഇതുപോലുള്ള നല്ല ഇമേജുകൾ നമുക്ക് തരുന്നുണ്ട്. ഇമേജുകൾ പോർട്രേറ്റ് ഇമേജുകളും നോർമൽ ഇമേജുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് കൂടാതെ വീഡിയോ ക്വാളിറ്റി കൂടി കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ക്യാമറ നമുക്ക് തരാൻ പോകുന്നത്. മൈക്കിന്റെ ക്വാളിറ്റി മനസ്സിലായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഇതിന്റെ ക്യാമറയുടെ കാര്യങ്ങൾ വരുന്നത്. 5000 mAh ബാറ്ററി ഉള്ള ഫോണാണ്. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു തരത്തിലുള്ള ബാറ്ററി ലൈഫിൽ ഇഷ്യൂസ് നമുക്ക് കണ്ടില്ല. വളരെ നൈസ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് ഉണ്ട്. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. സോ സഫീഷ്യന്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഇത് ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ ഓവറോൾ ബാറ്ററി ആയാലും ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും ക്യാമറ ആയാലും എല്ലാം ഈ ഫോണിൽ ഒരു സാധാരണ കാഷ്വൽ യൂസറെ സംബന്ധിച്ച് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നവും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. യൂണിറ്റ് കയ്യിൽ കിട്ടി ഒരു റിവ്യൂ എന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്കും ഈ രീതിയിൽ തന്നെയാണ് ഒരു അനുഭവം. ഇപ്പോൾ ഇത് എൻ്റെ വൈഫ് ഇത് പ്രൈമറി ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ഫോണുകളൊക്കെ മാറ്റി ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും അയാളും സാറ്റിസ്ഫൈഡ് ആണ്. സോ ടോട്ടലി വിവോ Y75 5G 5Gയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ N78 എന്ന് പറയുന്ന ഒരു 5G ബാൻഡ് മാത്രമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ബട്ട് NSA SA തുടങ്ങിയ രീതികളൊക്കെ ഇത് സെറ്റാണ്. സോ നിങ്ങൾക്ക് ഒരു 5G ബാൻഡ് മതിയോ അതോ നിങ്ങളുടെ താല്പര്യം എന്താണ്, അതിനനുസരിച്ച് കൊണ്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇനി ഇതിന്റെ മറ്റ് ചില പ്രധാനപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ നൈസായ ഫാസ്റ്റ് ആയ ഒരു പെർഫോമൻസ് ആണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ തരുന്നത്. യാതൊരു ഇഷ്യൂസും ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസിൽ നമുക്ക് വരുന്നില്ല. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫൈഡ് ആണ്. സോ ആമസോണിൽ നിന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ ഫുൾ HD സ്ട്രീം ചെയ്ത് കാണാം വീഡിയോസ് ഒക്കെ. അതേപോലെ തന്നെ ക്യാമറ 2 API ലെവൽ ഫുൾ ആണ് വരുന്നത്, ലെവൽ 3 വരുന്നില്ല. വൈഫൈ കോളിംഗ് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ OTG സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. സോ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ടോട്ടലി ഈ ഫോൺ ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ഒക്കെ ഒരു വിവോ ഫോൺ 20,000 രൂപ റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും 21,990 എന്ന പ്രൈസിന് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വിവോ ഫോൺ വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ പ്രൊഡക്റ്റ് വിവോ Y75 5G എന്ന ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.